നമസ്കാരം, വെൽക്കം ടു കേരള ക്രിക്കറ്റ് കഫേ. അങ്ങനെ പഞ്ചാബ് മുംബൈയോട് വീണ്ടും പരാജയപ്പെട്ടിരിക്കുകയാണ്. 5 പരാജയങ്ങൾ അടുപ്പിച്ച് പഞ്ചാബിനെ ഇനി എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതെന്ന് അറിയില്ല. ശരിക്കും പറഞ്ഞ ഒരു പഞ്ചാബ് ഫാനായിട്ട് തുടങ്ങിയിട്ട് ഈ ഒരു അവസ്ഥയിൽ വന്ന് നിൽക്കുമ്പോഴത്തേക്ക് വളരെ വിഷമമുണ്ട് പഞ്ചാബിന്റെ ഈ ഒരു അവസ്ഥയിൽ. അതേസമയം മുംബൈ ഇന്ത്യൻസ് ബൂമ്രയുടെ ജസ്പ്രീത് ബൂമ്രയുടെ ക്യാപ്റ്റൻസിയിൽ ആദ്യത്തെ വിജയം നേടിയ കാര്യത്തിൽ ഒരു സന്തോഷമുണ്ട്. അങ്ങനെ ഒരു സംതൃപ്തമായ വികാരമാണ് ഈ ഒരു മാച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക്. പഞ്ചാബിന് ഒരു രക്ഷയില്ലേ? എന്താണ് അരുൺ ബ്രോ, പഞ്ചാബ് എന്താണ് രക്ഷപ്പെടാത്തത്? ഒരു ഒരു ഒന്ന് രണ്ട് കളി ജയിച്ചാൽ കയറി പോകുന്ന ഒരു സ്ഥിതിയിൽ നിന്ന് ഇത്ര ഒരു പതറ്റിക് സിറ്റുവേഷനിലേക്ക് ഈ ടീം വന്ന് നിൽക്കുന്നതിന്റെ റീസൺ എന്താണ്? നമ്മൾ ഓൾറെഡി ഇതൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. അതേ കാര്യങ്ങൾ തന്നെയാണ് അവർ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്കിലും റീസണിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങളൊരു ക്രിക്കറ്റ് എന്തൂസിയാസ്റ്റ് ആയിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു സബ്സ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ഒരു ലൈക്ക് ഒരു കമൻറ്റ് എന്നുള്ളത് നമ്മളോട്ടുള്ള മുമ്പോട്ടുള്ള യാത്രയിൽ വളരെ സപ്പോർട്ടായിരിക്കും എന്ന് പറഞ്ഞു ഒരു കോഫിയോടൊപ്പം നമുക്ക് ബാക്കി ചർച്ചയിലേക്ക് പോകാം. എന്തുകൊണ്ട് പഞ്ചാബ് തോക്കുന്നു? പെട്ടെന്നൊരു തോറ്റത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചാബ് അല്ല ഇവിടെ തോറ്റത്. ബ്രോ തെറ്റായിട്ടാണ് പറഞ്ഞത്. ഇവിടെ ജയിച്ചത് CSK, RR, DC, KKR എന്ന ടീമുകളാണ്. അവരുടെ വാതിലുകൾ ഒന്നുകൂടെ തുറന്നു കൊടുത്തു മുംബൈ വന്നിട്ട്. ഓരോ വീഡിയോയുടെ താഴെയും ഞാൻ എല്ലാ കമൻസിനും റിപ്ലൈ കൊടുക്കാറുണ്ട്. അപ്പോൾ അതിനകത്തിൽ ഒരു പ്രിവ്യൂ ആണെങ്കിൽ ആര് പെർഫോം ചെയ്യും, എന്താണ് 11, ആരായിരിക്കും ക്യാപ്റ്റൻ, റിവ്യൂ ആണെന്നുണ്ടെങ്കിൽ ഇന്നതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്, എല്ലാ കമൻസിനും ഞാൻ റിപ്ലൈ ചെയ്യും. അതിനകത്തിൽ എങ്ങും ആരും ബുംറ ക്യാപ്റ്റൻ ആകും എന്ന് ഇതുവരെ പറഞ്ഞിട്ടേ ഇല്ല. അങ്ങനെ ഒരു തീരുമാനം ഔട്ട് ഓഫ് ദ ബോക്സ് മുംബൈ എടുത്തു. അതിൻ്റെ ഇന്ന് ഓൺ ദ ഫീൽഡ് കാണാനുമുണ്ടായിരുന്നു. അത് ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിൽ ഡെലിവറി ചെയ്തു. ഇനി പഞ്ചാബിൻ്റെ തോൽവി, ഇത് പഞ്ചാബിൻ്റെ മാത്രമായിട്ടുള്ളൊരു പ്രശ്നമല്ല. ആരൊക്കെ 2 ഹോം ഗ്രൗണ്ടുമായിട്ട് നിൽക്കുന്നോ അവർക്കെല്ലാം ഈ പ്രശ്നങ്ങളുണ്ട്. പഞ്ചാബ് ആദ്യമേ തുടങ്ങിയത് മുള്ളൻപൂർ ഹോം ഗ്രൗണ്ടായിട്ടായിരുന്നു. അപ്പോൾ അവരെവിടെ ടേബിൾ ടോപ്പിൽ നിൽക്കുകയാണ്. രണ്ടാമത്തെ ധർമ്മശാലയിലോട്ട് കളി മാറ്റി, അവർ താഴോട്ട് പോയി തുടങ്ങിയോ. രാജസ്ഥാൻ ആദ്യത്തെ ഹോം ഗ്രൗണ്ട് എവിടെ ആയിരുന്നു? ഗുവാഹട്ടിയിലായിരുന്നു. രണ്ടാമത്തെ സ്ഥാനത്ത് നിൽക്കുമായിരുന്നു ടേബിളിൽ. ഹോം ഗ്രൗണ്ട് മാറ്റി, എങ്ങോട്ട് മാറ്റി? ജയ്പൂരിലേക്ക് മാറ്റി. അവിടെയും താഴോട്ട് പോയി തുടങ്ങി. RCB ആദ്യമേ ചിന്നോസ്വാമിയിലായിരുന്നു, പിന്നെ എങ്ങോട്ട് മാറ്റി? റായ്പൂരിലേക്ക് മാറി. തലനാരിഴയ്ക്കാണ് 2 കളി ജയിച്ചു പോയത്. മനസ്സിലായി? ഇപ്പോൾ ഈ 2 ഹോം ഗ്രൗണ്ട് ഉണ്ടാവുന്നത് ഭയങ്കര പ്രശ്നമാണ്. പിച്ച് കണ്ടീഷൻസ് റെഡി ചെയ്യാൻ പറ്റത്തില്ല, ടോട്ടലി കൊളാപ്സ് ആവും. പിന്നെ പഞ്ചാബ് എന്ത് നോക്കുന്നു എന്ന് ഈ കളികൾ മാത്രം എടുത്ത് നോക്കി കഴിഞ്ഞാൽ 11 കളിയിൽ നിന്ന് ആകെ പഞ്ചാബ് എടുത്തിരിക്കുന്നത് 55 വിക്കറ്റാണ്. ഓൺ ആൻ ആവറേജ് ഒരു കളി 5 വിക്കറ്റ് എടുക്കുന്നു എന്നുള്ള കണക്കിലേ പഞ്ചാബ് എടുക്കുന്നുള്ളൂ. മനസ്സിലായി? GT ആണെന്നുണ്ടെങ്കിൽ 11 കളിയിൽ നിന്ന് 90 ചില്ലറ വിക്കറ്റായി. ഈ 5 വിക്കറ്റ് എന്ന് പറയുന്നത് ഒരു ബാറ്റിംഗ് ടീമിനെ സംബന്ധിച്ച് ഇപ്പോഴത്തെ IPL സ്ട്രാറ്റജി നോക്കിക്കഴിഞ്ഞാൽ 8 ബാറ്റ്സ്മാൻമാരായിരിക്കും. അതായത് ഇവർ എത്ര വിക്കറ്റ് ഡെപ്തിലാണെങ്കിൽ പോലും 17, 18, 19 ഓവറൊക്കെ എറിയുന്നത് സോളിഡ് ബാറ്റ്സ്മാനെതിരെയാണെന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം. അതായത് അവർ സ്കോർ ചെയ്യുന്നില്ല, 200 അടിക്കുന്നില്ല, 250 അടിക്കുന്നില്ല എന്നുള്ളതല്ല പ്രശ്നം. അതെ, അതിന്റെ കൂട്ടത്തിൽ ഇന്നത്തെ മാച്ചിൽ അവർക്ക് ഒരു ബോളർ ഷോട്ട് പോയി. ഒരു ബോളറായിട്ട് വരേണ്ട വൈശാഖ് വിജയകുമാറിനെ യൂസ് ചെയ്യാനും പറ്റിയില്ല. ബാറ്റിങ്ങിൽ ഇങ്ങനെ ഒരു കൊളാപ്സ് സംഭവിച്ചതുകൊണ്ട്. അതുകൊണ്ട് നമ്മുടെ ഒരു മലയാളി കളിക്കാൻ പറ്റിയെന്ന് പറഞ്ഞ ഒരു സന്തോഷമുണ്ട്. കുറേ വർഷങ്ങൾക്ക് ശേഷം വിഷ്ണു വിനോദ് കളിച്ചു, വലിയ തരക്കേടില്ലാത്ത രീതിയിൽ തന്നെ കളിച്ചു. ആ ഒരു സിറ്റുവേഷനിൽ വന്നിട്ട് അങ്ങനെ പ്രത്യേകിച്ചും ഭയങ്കര റെസ്റ്റി ആയിരിക്കുമല്ലോ ഇത്രയും നാൾ കളിക്കാതിരുന്നിട്ട്. ഈ സീസണിൽ ഇത്രയും നാൾ കളിക്കാതിരുന്നിട്ട് പെട്ടെന്ന് എത്ര നമ്മൾ പ്രതീക്ഷിച്ചിരിക്കാൻ ടീം പറഞ്ഞാലും അത്ര പ്രതീക്ഷിച്ചിരിക്കുക എന്നൊരു പ്ലെയർ അത്ര പ്രതീക്ഷയൊന്നും ഇരിക്കത്തില്ല. അപ്പൊ പെട്ടെന്ന് വിത്തിൻ ഒരു 1 അവറിനകത്ത് പ്രിപ്പയർ ചെയ്ത് മെന്റലി പ്രിപ്പയർ ചെയ്ത് ഈ ഒരു ഇറങ്ങുക പറയുമ്പോൾ ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ ഒരു നല്ല ഇന്നിങ്സ് തന്നെയായിരുന്നു. ഞാൻ ഇങ്ങനെ ഒരു മാറ്റം അവരിൽ പ്രതീക്ഷിച്ചില്ല. വിഷ്ണു വിനോദിന്റെ കാര്യം ബ്രോ പ്രിവ്യൂ പറഞ്ഞപ്പോഴും ഞാൻ ഓക്കെ വരുമായിരിക്കാം എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ വരുമെന്നുള്ള രീതിയിൽ ഞാൻ ചിന്തിച്ചിട്ടില്ല. ഇപ്പോൾ വിഷ്ണു വിനോദ് വന്നു. വിഷ്ണു വിനോദ് എന്ന് പറഞ്ഞ ഒരു കളിക്കാരൻ മോസ്റ്റ്ലി ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാനാണ്. പുള്ളിയിൽ നിന്ന് ഇറങ്ങിയ ഇവിടെ ഔട്ട് ഓഫ് പൊസിഷൻ ഇറങ്ങിയിട്ട് പോലും പുള്ളിയെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിന് പരമാവധി ചെയ്തു. കാരണം ലാസ്റ്റ് 2 ഓവറിൽ പുള്ളിയെ കൊണ്ട് 1-2 ബോൾ സ്ട്രൈക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ വരുന്ന സമയത്ത് ബ്ലൈൻഡ്ലി സ്ലോ ചെയ്യാതെ ഒന്ന് നിന്ന് ഒരു കിഡിലൻ സ്ട്രൈറ്റ് ഡ്രൈവിൽ ഒരു 4 അടിച്ചു, നല്ലൊരു ഫ്ലിക്കോടെ ഒരു 6 കിട്ടി. ആ ഒരു ഇന്നിങ്സ് ഒന്ന് പേസപ്പ് ചെയ്ത് കൊണ്ടുവന്നപ്പോഴത്തേക്കും ലാസ്റ്റ് 2 ഓവർ സ്ട്രൈക്ക് കിട്ടിയില്ല എന്നുള്ളതാണ് പറ്റിപ്പോയത്. ഇല്ലായിരുന്നെങ്കിൽ ഇറ്റ് കുഡ് ഹാവ് ബീൻ ഈവൻ മോർ ബെറ്റർ. പുള്ളിയുടെ ജോലി പഞ്ചാബിന് നഷ്ടം സംഭവിച്ചില്ല. അതിനോടൊപ്പം ഞാൻ ചേർത്ത് വെക്കുന്നു, ഇനി മുതലുള്ള കളി വിഷ്ണു വിനോദ് പ്ലേയിങ് 11 ഉണ്ടായിരിക്കും. അതിന്റെ ഏറ്റവും വലിയ മാറ്റമാണ് പ്രസുബ്രനെ മാറ്റിയിട്ട് പുള്ളിയെ കീപ്പിംഗ് നിർത്താനുണ്ടായ തീരുമാനം. പ്രഭ്സിമ്രാൻ സിംഗ് ഇന്നും വലിയൊരു സംഭവമായിട്ട് എനിക്ക് തോന്നിയില്ല. ഇന്ന് ശരിക്കും പറഞ്ഞാൽ 57 റൺസ് അടിച്ചു. പക്ഷെ 2 ഡ്രോപ്പ് ക്യാച്ച് ആണ്. ഒന്ന് ബ്രോ പറഞ്ഞ പോലെ തന്നെ ബുംറയുടെ ഓവറിലുള്ളത്, അതല്ലാതെ ബോഷ് ഒരു ഡയറക്റ്റ് ഒരു റിട്ടേൺ ക്യാച്ച് വന്നത് അത് എടുത്തില്ല.
സോ 28 റൺസിലേക്കും. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ഇന്നിങ്സിന് വലിയ ഇതില്ല. എനിക്ക് തോന്നുന്നു ഒന്നെങ്കിൽ പ്രഭ്സിമ്രാൻ സിംഗ് അല്ലാന്നുണ്ടെങ്കിൽ ശശാങ്കിനെ മാറ്റിയിട്ട്, ശശാങ്ക് അട്ടർ വേസ്റ്റ് ആയിട്ടാണ് ഈ സീസണിൽ. അതായത് ബാറ്റ് കൊണ്ടും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല, ഫീൽഡിൽ ക്യാച്ചസ് വിട്ട് ഈ ഒരു മൊമെന്റത്തിലേക്ക് പഞ്ചാബിനെ കൊണ്ട് എത്തിച്ചത് തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു വിധത്തിൽ പറഞ്ഞത് ശശാങ്കാണ്. സോ എന്തായാലും ശശാങ്കിനെ മാറ്റിയിട്ടോ അല്ലെങ്കിൽ പ്രഭ്സിമ്രാനെ മാറ്റിയിട്ടോ വിഷ്ണു വിനോദ് കളിക്കും എന്നുള്ള കാര്യം. അതുപോലെ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് ഒമർ സായുടെ ഇൻക്ലൂഷൻ. പക്ഷെ എനിക്ക് അതിനകത്തൊരു ആക്ഷേപമുള്ളത് ഈ യാൻസനെ മാറ്റിയിട്ട് ഒമർ സായെ കൊണ്ടുവന്നിരുന്നെങ്കിൽ, കാരണം ഇന്നും യാൻസൺ എന്തുമാത്രം എക്സ്പെൻസീവ് ആയെന്ന് നോക്കി എനിക്കത് നമ്മൾ മനസ്സിലാവില്ല. ഈ പല ഈ ആവർത്തി നമ്മുടെ യാൻസന്റെ കാര്യം എടുത്തു പറഞ്ഞാൽ എന്തിനാ പുള്ളിയെ കളിപ്പിക്കുന്നത്? പുള്ളിയുടെ ടൂർണമെന്റിന്റെ ആവറേജ് 13, ഇന്നത്തെ ഒറ്റ കളിയുടെ ആവറേജ് 13.8. പഞ്ചാബിൽ ഈ കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു 40-50 അടിക്കുന്ന ഒരു കളിക്കാരൻ യാൻസൺ മാത്രമാണ്. യാൻസൺ എപ്പോൾ പറഞ്ഞാലും 40-50 എന്തിനാ ഉറപ്പായി. ഒന്നും ഇന്നൊരു നോക്കണ്ട, ഒരു ഒറ്റ കാര്യം 17ാമത്തെ ഞാൻ ഓവറിലാണ് കളി എറിയുന്നത്. അതെ, ഇന്ന് ഒറ്റൊരു കാര്യം ഞാൻ പറയട്ടെ. ഇന്നത്തെ പിച്ചിൽ, സ്കിഡി ആയിട്ടുള്ള പിച്ചിൽ, അല്ലെ ബൗൺസ് അത്ര ഇല്ലാത്ത സ്കിഡി ആയിട്ടുള്ള പിച്ചിൽ യാൻസണിന് പകരം വിജയകുമാർ വൈശാഖ് ആയിരുന്നുവെങ്കിൽ പഞ്ചാബ് ഒരു 30 റണ്ണിന് കളി ജയിച്ചിട്ട് വീട്ടിൽ പോയനെ. ആ സ്കിഡി സർഫസസിൽ തീർച്ചയായും. എന്തുമാത്രം വിജയകുമാർ വൈശാഖ് എഫക്റ്റീവ് ആണെന്ന് പുറത്തുള്ള സ്റ്റാറ്റ്സ് എടുത്ത് നോക്കിയാൽ അറിയാം. എന്താണ് ഇവർ ചെയ്യുന്നത്? അല്ല, ഇവർ വൈശാഖ് വന്നേനെ എനിക്ക് തോന്നുന്നു. പക്ഷെ അത് നമ്മൾ ഈ വിഷ്ണു വിനോദിനെ കളിപ്പിച്ചതുകൊണ്ടാണ്. പ്ലേയിങ് ലെവലിൽ എന്റെ തന്നെ ഇതെന്ന് ആളെ പറഞ്ഞാല്, ഇരുത്തിയിട്ട് കൊടുക്കാമല്ലോ. അല്ല, ഇത് അവര് പ്രതീക്ഷിക്കാതെ വന്നതാണ്. ശരിക്കും ഞാൻ പറയുന്നത് നമ്മുടെ ഓസ്ട്രേലിയൻ ഓൾറൗണ്ടർ ഉണ്ടല്ലോ, സ്റ്റോയിനിസ് ഈ ഒരു സീസണിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെയും ബാറ്റ് കൊണ്ട് ഒരിക്കലും ഒരു 3 ഇന്നിങ്സ് എങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അങ്ങനെ ഒരാളെ ഇപ്പൊ ഇന്ന് സ്റ്റോയിനിസ് ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇവിടെ വിഷ്ണുവിന് അത് ഇറങ്ങേണ്ടി വരത്തില്ലായിരുന്നു. അവർക്ക് അത് ചിലപ്പോൾ ഒരുപക്ഷെ കവറായി പോയതന്നെ. അപ്പോൾ യാൻസന് ബാറ്റ് കൊണ്ട് ഒന്നും ചെയ്യുന്നില്ല, പിന്നെ ബോൾ കൊണ്ടും ചെയ്യുന്നില്ലാത്ത സ്ഥിതിക്ക് ഇന്ന് ഈ ഒമസായി വന്നത് നമ്മുടെ യാൻസന് പകരം ആയിരുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആണ്. അത്രേ ഉള്ളൂ. അവരെന്തായാലും ഒരു ചെറിയ ചേഞ്ച്, 2 കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് സന്തോഷമുള്ളൂ. ബോളിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് മുംബൈ ഇന്ത്യൻസിന്റെ ലെങ്ത്, ഒരു ഫാസ്റ്റ് ബോളർ ക്യാപ്റ്റനായിട്ട് വരുന്നത് കൊണ്ടുള്ളൊരു ഡിഫറൻസ് ആണ്. ലെങ്ത്, ടോപ്പ് ഓഫ് ദ സ്റ്റംപ് അടിച്ചറിഞ്ഞ നമ്മുടെ ടാക്കൂർ, നമ്മൾ കഴിഞ്ഞ അതും പ്രിവ്യൂല് പറഞ്ഞതാണ് ടാക്കൂറിന്റെ കാര്യം മുംബൈ ഇന്ത്യൻസിന്റെ പറഞ്ഞപ്പോഴത്തേക്ക്. ആ ബാവയ്ക്ക് പകരം കളിപ്പിക്കണമെന്നാണ് പറഞ്ഞത്, എങ്കിലും അവർ കളിപ്പിച്ചു. ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ഒരു ബോളർ, പ്രത്യേകിച്ച് മുംബൈക്കാരൻ ഇരിക്കുമ്പോഴത്തേക്ക് എന്തിനാണ് ബാക്കിയുള്ള ഒരുപാട് പരീക്ഷണങ്ങളാണ് നമ്മൾ ചോദിച്ചത്. അത് തന്നെ പുള്ളിക്ക് അന്ന് കാണിച്ചു തന്നു. ഒരു നാക്ക് ഓഫ് ടേക്കിംഗ് വിക്കറ്റ്സ് പുള്ളിയെ കഴിഞ്ഞിട്ട് വേറെ ആർക്കും അറിയത്തില്ല. അതെ, ഇന്ന് വന്നിട്ട് ലോർഡ് എടുത്ത ടാക്കൂർ, വിക്കറ്റ് ശ്രേയസാറിന്റെ വിക്കറ്റ്, ശ്രേയസറിന്റെ വിക്കറ്റ്, അന്യായം. ശ്രേയസ് ഒരു സിംഗിൾ ആണെന്ന് കരുതി ഓടാൻ തുടങ്ങിയതാണ്. ബാറ്റെ കൊണ്ടാ പോയത്, സിംഗിൾ ആണെന്ന് കരുതി പുള്ളി ഓടാൻ തുടങ്ങിയതാണ്. ഇനിഷ്യലി നോക്കി കഴിഞ്ഞാൽ അറിയാം പുള്ളി ഓടാനാണ് ഇനിഷ്യേറ്റീവ് ചെയ്തത്. പിന്നെ തിരിഞ്ഞു നോക്കുമ്പോഴാണ് സ്റ്റമ്പിന്റെ കളർ കത്തി കിടക്കുമ്പോഴാണ് പുള്ളി അറിഞ്ഞത് ബോൾഡ് ആയെന്ന് പോലും. അത്രമാത്രം ബ്രില്യൻ്റ് ഒരു ബോളായിരുന്നത്. എന്തെങ്കിലുമൊക്കെ പിച്ചിൽ ഒരു അസിസ്റ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കളിക്കാരെ ബാക്ക് ചെയ്യണം. നമ്മളിപ്പോൾ ദീപക് ചഹാറിന്റെ കാര്യം പറഞ്ഞു, ആദ്യത്തെ 2-3 കളി എക്സ്പെൻസീവ് ആയിരുന്നു, പക്ഷെ പോയ പുള്ളിയുടെ കയ്യിൽ നിന്ന് വളരെ അടിപൊളിയായിട്ടാണ് ബോൾ ഡെലിവർ ആവുന്നത്. ഇന്നത്തെ കളി തന്നെ നോക്കിക്കഴിഞ്ഞാൽ പവർ പ്ലേയിലാകെ 17 റണ്ണ്, 3 ഓവറെ 17 റണ്ണ് മാത്രം വിട്ടുകൊടുത്തത്. പണി കിട്ടിയത് പുള്ളിക്ക് കൊണ്ട് 19-20 ഓവർ കൊടുത്തുകൊണ്ട്. ഡെപ്ത് ഓവർ ബോളർ അല്ല, അതുകൊണ്ടാണ് അവർക്ക് പണി കിട്ടിയത്. ഇനിഷ്യലി നല്ല രീതിയിൽ സ്പെൽ ചെയ്തു ബോൾ. ബ്രോ അതുകൊണ്ട് തന്നെ പ്രഭ്സുബ്രയുടെ കാര്യം പറഞ്ഞു. ആദ്യത്തെ 23 പന്തിൽ നിന്ന് 29 റണ്ണേ ഉള്ളൂ. ആദ്യത്തെ 23 എന്ന് പറയുന്നത് മേ ബി ഒരു പവർ പ്ലേയിലെ 4 ഓവറാണ്. അത് നിന്നങ്ങ് പുള്ളി കംപ്ലീറ്റ്ലി സ്പോയിൽ ചെയ്യുന്നുണ്ട്. അത് അവർക്ക് വലിയ രീതിയിൽ, അതെ, അവർക്ക് വലിയ രീതിയിൽ പ്രശ്നമാകുന്നുണ്ട്. അപ്പം അത് അവർക്ക് പ്രഷർ താങ്ങാൻ പറ്റുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഈ 6, 7, 8 ആ 3 ഓവറുകളിൽ നോക്കി കഴിഞ്ഞാൽ ഒരു ബിറ്റ്വീനുള്ള 19 ബോൾസിൽ ആകെ 2 ബൗണ്ടറി മാത്രമേ വന്നിട്ടുള്ളൂ, ഒരു 4 ഒരു 6. ആ 19 ബോൾസിൽ, അതുകൊണ്ട് 15 മുതൽ 17 വരെയുള്ള ഓവർ ഡ്യൂറേഷനകത്തിലെ 15 ബോൾസിൽ അവർക്ക് ബൗണ്ടറി ഇല്ല. മനസ്സിലായി? ഈ അവസാനത്തെ 3 ഓവറെ 53 റൺ അടിച്ചുകൊണ്ടാണ് ഒരു പരിധി വരെ ഇതൊക്കെ മറികടക്കാൻ പറ്റിയത്. അതിൽ എടുത്തു പറയേണ്ടത് ബ്രോ പറഞ്ഞ അഡീഷൻ, അസ്മത്തുള്ള ഒമർ സായി എന്ന് പറഞ്ഞ ഒരു ബാറ്റ്സ്മാന്റെ അഡീഷൻ. പുള്ളി ഇന്ന് ഒരു പരിധി വരെ സ്റ്റോൺസിന്റെ മിടവ് നടത്തി. അതെ, ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും ഒരു പരിധി വരെ സ്റ്റോൺസിന്റെ മികവ് നടത്തി. 17 പന്തിൽ 38 റണ്ണ് കൊടുത്തു, 4 ഓവറിൽ 36 റണ്ണ്, 2 വിക്കറ്റ് എന്നുള്ള രീതി കൊടുത്ത് ലാസ്റ്റ് ഒരു ക്രൂഷ്യൽ ഓവർ വന്ന് 2 റണ്ണ് മാത്രം വിട്ടുകൊടുത്തുള്ളൂ. തീർച്ചയായും അതെ. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ ഇവരുടെ തമ്മിലുള്ള ഒരു, മുംബൈയുടെ ആയാലും ശരി പഞ്ചാബിലായാലും ശരി, തമ്മിൽ 2 ബോളിംഗ് തമ്മിലുള്ള ഒരു അപ്രോച്ചിൽ എന്താണ് വ്യത്യാസം? ഒരു ബോളർ ഷോർട്ടായിരുന്നുള്ളത് ശരിയാണ്. ഇപ്പോൾ മുംബൈ ഇപ്പോൾ കളി കഴിഞ്ഞതിന് ശേഷം ബൂമറയോട് സംസാരിക്കുമ്പോൾ ബൂമറ പറയുന്നുണ്ടായിരുന്നു അവർ ഒരു ഫുള്ളർ ലെങ്തിലോട്ടോ അല്ലെങ്കിൽ ഷോർട്ട് ലെങ്തിലോട്ടോ പോവാതെ ആ ഒരു പ്രോപ്പർ ഒരു ലെങ്ത് കീപ്പ് ചെയ്ത് എറിയാനായിട്ട് ബോളേഴ്സ് ശ്രദ്ധിച്ചു. അതുപോലെ തന്നെ അവർ ക്രോസിങ് ബോൾസ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, താക്കൂർ അടക്കം. സോ അതൊരു വ്യക്തമായിട്ടുള്ള സ്ട്രാറ്റജി ആണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഈ
ഒരു ഗ്രൗണ്ടിന് ധർമ്മശാലയുടെ ഒരു ഗ്രൗണ്ടിന് പറ്റുന്ന രീതിയിൽ. അതാണ് ഞാൻ ചോദിച്ചത്, ഒരു ഫാസ്റ്റ് ബോളർ ക്യാപ്റ്റനായിട്ട് വരുന്നത് കൊണ്ടുണ്ടായ ഒരു മാറ്റമാണോ മുംബൈ ഇന്ത്യൻസിന് ഒരു ഇന്ന് കാര്യം സംഭവിച്ചതെന്നാണ്? അത് എക്സെപ്ഷണലി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഒരു ബോളർ ക്യാപ്റ്റനായിട്ട് വരുമ്പോൾ ഉള്ള ലെങ്തിൻ്റെയും ലൈനിൻ്റെയും ഡിഫറൻസ്. ഹാർദിക് പാണ്ഡ്യ ആണെങ്കിൽ തന്നെ ഒരു ബൗണ്ടറി പോയി കഴിഞ്ഞാൽ ചെന്ന് അലട്ടാൻ തുടങ്ങും. ബുംറ ഒന്നും പറഞ്ഞിട്ടില്ല. ബുംറ ആദ്യമേ ബോൾ വെക്കുന്നു, ഇതാണ് നിന്റെ ബോൾ, ഇതാണ് നിന്റെ ഫീൽഡ്, ദിസ് ഈസ് വാട്ട് ഐ വാണ്ട്, ഗോ ആൻഡ് ഡെലിവർ. അത്രേ ഉള്ളൂ. പുള്ളി അല്ലാതെ ബോളറിന്റെ പുറകെ And നടന്ന് he was so അലട്ടുന്ന happy. അങ്ങനെയുള്ള. അതെ അത് അതെ അതെ. ഓരോ വിക്കറ്റ് സി വീഴുമ്പോഴും ബൂമർ ചിയർ ചെയ്യുന്നത് അതെ ഭയങ്കര ഇതാണ്, ഇടയ്ക്കൊരു മീൻസ് 4 ക്യാപ്റ്റൻ ഡ്രോപ്പ് എന്നുള്ളത്. ക്യാച്ചസിന്റെ കാര്യം പറഞ്ഞു. ആ 4 ക്യാച്ചിനകത്തിൽ എടുത്തിരുന്നുവെങ്കിൽ ഇവരൊരു 30 റണ്ണ് കുറച്ചേ അടിക്കത്തുള്ളായിരുന്നു. ഉം. മനസ്സിലായോ? അത് പ്രപ്സിഡന്റിന്റെ ക്യാച്ചൊക്കെ ഡ്രോപ്പ് അതെ. ചെയ്യുന്ന സിംഗിൾ ഡിജിറ്റ് നിൽക്കുമ്പോഴാണ്. അതൊക്കെ എടുത്തിരുന്നുവെങ്കിൽ ഇവർ ഇതിൻ്റെ ഒരു 30 റണ്ണെങ്കിലും ഷോട്ടേ എത്തത്തുള്ളായിരുന്നു. എന്തായിരുന്നു ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ 11.1 ഓവറായപ്പോൾ 107 ഒരു വിക്കറ്റ് കിടന്ന ടീമാണ്. അവർ 33 റൺ എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് 6 വിക്കറ്റ് പോയി. അതെ. മനസ്സിലായോ? അതിനോടൊപ്പം തന്നെ ഏറ്റവും വലിയ ഡിഫറൻസ് എന്ന് പറയുന്നത് പഞ്ചാബിൻ്റെ ബാറ്റിങ്ങിൽ 43% ഡോട്ട് ബോളാണ്. മനസ്സിലായി? നേരെ മറിച്ച് മുംബൈയുടെ ആണെങ്കിൽ 30% ഉള്ളൂ. മനസ്സിലായി? അതും വലിയൊരു ഡിഫറൻസ്. അതും ബോളിംഗ് എഫിഷ്യൻസിയുടെ ഒരു ഫാക്ടറാണത്. അതെ. അതിനകത്ത് കൂപ്പ കോണലി നമ്മൾ വിട്ടുപോകരുത്. കൂപ്പ കോണലി നമ്മൾ ഇതുപോലെ തന്നെ കഴിഞ്ഞ മാച്ചിന്റെ റിവ്യൂലോ എന്ന് നമ്മൾ പറഞ്ഞാണ്, കൂപ്പ കോണലി റൺ അടിക്കുന്നുണ്ടെങ്കിലും ബൗണ്ടറീസ് വരുന്നുണ്ട്, പക്ഷേ ഡോട്ട് ബോൾസ് ഒരുപാടുണ്ട്. ഇന്ന് കൂപ്പ കോണലി 22 ബോളിൽ 21 റൺസ്. അതും തീർച്ചയായിട്ടും അവരുടെ ഈ ഒരു മെല്ലപ്പോക്കിനെ തീർച്ചയായിട്ടും അത് സംഭവിച്ചിട്ടുണ്ട്. ഈ ഷെഡ്ജെ വന്നിട്ട് നന്നായിട്ട് കളിക്കാൻ ഒരു 3 ബോളെ കളിച്ചുള്ളെങ്കിൽ പോലും, 3 ബോളോ 4 ബോളോ കളിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവർ പ്രോമിസിംഗ് ആയിട്ട് തന്നെ കളിച്ചത്. ആ ക്യാച്ച് ഒരു എക്സെപ്ഷണൽ ക്യാച്ച് ആയിരുന്നു, പാവം എടുത്ത ക്യാച്ച്. അപ്പൊ അതുകൊണ്ടാണ് പുള്ളി വീണത്. അപ്പൊ അതുകൊണ്ട് അതിനകത്ത് എനിക്ക് കംപ്ലൈന്റ് ഇല്ല. പക്ഷെ ബാക്കി ബാറ്റ്സ്മാരും മിഡിൽ ഓർഡറിൽ എല്ലാവരും, പ്രത്യേകിച്ച് ശശാങ്കും എല്ലാവരും നിരാശപ്പെടുത്തി. ഒമർ സായും കൂടെ ഇന്ന് ഇല്ലായിരുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇവര് 150 160 തീർന്നതിനെന്ന് തോന്നുന്നു. തോന്നണേ. ഇനി നേരെ എന്താ മറിച്ച് മുംബൈ? ഇപ്പുറത്തെ കാര്യവും വളരെ സ്ട്രഗ്ലിംഗ് ആയിരുന്നു. ഇപ്പോൾ രോഹിത് ശർമ്മ ഇറങ്ങിയപ്പോൾ തന്നെ പുള്ളി 26 പന്തിൽ നിന്ന് 25 റൺ എടുത്തത്. ആദ്യത്തെ 15 പന്തിൽ 5 റണ്ണം അത്രേ ഉള്ളായിരുന്നുള്ളൂ. ആ ഒരു ടൈമിങ് കണക്ടിവിറ്റി ഇനിഷ്യലി പുള്ളിക്ക് ഉണ്ടായിട്ടേ ഇല്ല. ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തു. അതേപോലെ തന്നെയാണ് നമ്മൾ പല ആവർത്തി പറഞ്ഞാണ് എന്തുകൊണ്ട് നമൻഡീർ 1 ഡൗൺ ഇറങ്ങരുത്. 6 balls ഹി ഓൺലി ടേക്കൺ 1 ബൗണ്ടറി വിത്ത് എ സ്കോർ ഓഫ് 9 റൺസ്. മനസ്സിലായോ? എത്ര പെർസെൻറ്റേജ് ഡോട്ട് ബോളാണ്. ഇത് തന്നെയാണ് ആ മിസ്റ്റേക്ക് അവർ പിന്നെയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുള്ളിയെ ലോവർ ഓർഡർ ഇറക്കി കഴിഞ്ഞാൽ ഇമ്പാക്ട് എൻ്റർലി ഡിഫറെൻ്റ്. അത് നമ്മളൊരു കളി കണ്ടതുമാണ്. അവിടെ തിലക് വർമ്മ ഇറങ്ങിയാൽ മതിയായിരുന്നു. എടുത്തു വരേണ്ട ഒരു പെർഫോമൻസ് ആയിരുന്നു റിക്കൾട്ടൻ്റെ. രോഹിത് ശർമ്മ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പോലും അതിനെ ഒരു പരിധി വരെ റിക്കൾട്ടൻ കവർ ചെയ്തു. പവർ പ്ലേയിൽ പഞ്ചാബിനെക്കാട്ടിൽ കൂടുതൽ റണ്ണ് മുംബൈക്കുണ്ടായിരുന്നു വിക്കറ്റ്ലെസ് ആയിട്ട്. അതിൻ്റെ ഒരു മേജർ പാർട്ടും കൊടുക്കേണ്ടത് റിക്കൾട്ടൻ ആണ്. 48 റൺ അടിച്ചു, വെറും 23 ബോൾ മാത്രമേ ഫേസ് ചെയ്തിട്ടുള്ളൂ എന്നും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇനി നമുക്ക് പഞ്ചാബിലേക്ക് ഒന്ന് വരാം. പഞ്ചാബിൽ നമ്മളിപ്പോൾ ഈ സീസൺ തുടങ്ങിയപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ പറഞ്ഞിരുന്നത് ശ്രേയസ് അയ്യറിന്റെ ക്യാപ്റ്റൻസി, അല്ലാന്നുണ്ടെങ്കിൽ റിക്കി പോണ്ടിങ്ങിന്റെ കോച്ചിങ്, ഇവരുടെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ. പക്ഷേ എനിക്ക് ഇന്നത്തെ ഒരു മാച്ചിൽ ഇപ്പോൾ ബൂംറ ആസ് എ ക്യാപ്റ്റനായിട്ട് വരുമ്പോൾ നമ്മൾ ഈ ലെങ്തിന്റെ കാര്യം പറഞ്ഞ പോലെ ഈ ധർമ്മശാലയിലെ ആ ഒരു ഇതിന് പറ്റുന്ന രീതിയിൽ ആ ഒരു ബോൾ ക്യാരി ആവും എന്നൊക്കെ ഉള്ളത് ബാറ്റ്സ്മാൻമാർക്ക് ഒരുപാട് ഹെൽപ്പ് ആവും എന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കിയിട്ട് അവർ ആ ലെങ്തിൽ വരുത്തിയ അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ പറയുമ്പോഴും പഞ്ചാബിന്റെ ഇന്നത്തെ ലെങ്സ്, പ്രത്യേകിച്ച് ലൈനൊക്കെ വളരെ മോശമായിരുന്നു. ഇന്ന് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. തിലക് വർമ്മ വിൽ ജാക്സ് സെക്കൻഡ് ലാസ്റ്റ് ഓവർ അർഷദീപ് ബോൾ ചെയ്യുന്ന സമയത്ത്, ബാറ്റ് ചെയ്യുന്ന സമയത്ത് വിൽ ജാക്സ് നമ്മൾ വേൾഡ് കപ്പിൽ നോക്കിക്കഴിഞ്ഞാലും അറിയാം ആ ഒരു എക്സ്ട്രാ കവർ ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യുന്ന ഒരു ഏരിയ. അതേ വിൽ ജാക്സിന് അവിടെ തന്നെയാണ് വിട്ടുകൊടുക്കുന്നത് ഒരു ബോൾ, ഫസ്റ്റ് ബോൾ, അതായത് 19ാമത്തെ ഓവറിന്റെ ഫസ്റ്റ് ബോൾ അവിടെ 6 അടിക്കണം. അവിടെ തന്നെ കളി മാറുകയാണ്. അപ്പോൾ അത്രയ്ക്ക് അവരൊരു ഹോംവർക്ക് ചെയ്യാതെയാണോ വരുന്നത്. വീണ്ടും വിൽ ജാക്സൺ അതേ ഏരിയയിൽ തന്നെ വീണ്ടും ബോളേഴ്സ് അവിടെ എറിയുന്നത് കണ്ടല്ലോ. സോ ഓരോ ബാറ്റ്സ്മാൻമാർക്കെതിരെ അവർക്കൊരു പ്ലാൻ ഇല്ലേ എന്ന് എനിക്ക് സംശയം തോന്നിപ്പോകുന്നു. അവരുടെ മൊത്തത്തിലുള്ള ലൈനും ലെങ്തും ഒക്കെ നോക്കുമ്പോഴത്തേക്ക് 4 പോയിന്റ് കൊണ്ട് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ആദ്യത്തെ 7 കളിയിലെ ക്യാപ്റ്റൻസി എന്ന് പറയുന്ന മെറ്റീരിയൽ ആയിട്ടുള്ള ശ്രേയസ് അയ്യറിൻ്റെ ക്യാപ്റ്റൻസി അല്ല പിന്നീടുള്ള 7 കളികൾ, അല്ലെങ്കിൽ പിന്നീടുള്ള ഇങ്ങോട്ടുള്ള കളികളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് എക്സാമ്പിൾ സഹിതം ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തെ 7 കളി പഞ്ചാബ് ആകെ 13 പ്ലേയേഴ്സിനെ ട്രൈ ചെയ്തിട്ടുള്ളൂ. മനസ്സിലായി? അതെന്തോ ഒരു ഇഞ്ചുറി കൺസേണിലാണ് ഇടയ്ക്കൊരാൾ വന്നതും ഇടയ്ക്കൊരാൾ പോയത്. പക്ഷേ ഇപ്പോഴത്തെ പഞ്ചാബ് എന്ന് പറയുന്നത് ഓരോ ദിവസവും അവർ ബോളിംഗ് ലൈനപ്പ് മാറ്റിക്കൊണ്ടേയിരിക്കുക. ആദ്യമേ ഈ ജെമിസൺ അവർ ഫെർഗൂസൺ വരുന്നു, വർക്ക് ചെയ്യുന്നില്ല, പോകുന്നു. സേവിയർ ബാലറ്റ് വരുന്നു, വർക്ക് ചെയ്യുന്നില്ല, പോകുന്നു. ബെൻഡോഷ്യസ് വരുന്നു, വർക്ക് ചെയ്യുന്നില്ല, പോകുന്നു. അങ്ങനെ ഒരു റൊട്ടേഷൻ പോളിസി നടക്കുകയാണ്. ഇന്നേ വരെ ശ്രേയസ് അയ്യർ ക്യാപ്റ്റൻ ചെയ്ത ടീമിലും ഇന്നേ വരെ റിക്കി പോണ്ടിങ് കോച്ചായിട്ടിരുന്ന ടീമിലും ഞാൻ ഇത്ര ചേഞ്ചസ് കണ്ടിട്ടില്ല.
റിക്കി പോണ്ടിങ് ഡൽഹിയിൽ ഇരുന്നപ്പോഴും കണ്ടിട്ടില്ല, കഴിഞ്ഞ വർഷവും കണ്ടിട്ടില്ല, ഈ വർഷവും കണ്ടിട്ടില്ല. അതെന്തുകൊണ്ടാണ് ഇത് നടക്കുന്നത്? ഇനി എക്സ്റ്റേണൽ പ്രഷർ കൊണ്ടാണോ എന്നെനിക്കറിയത്തില്ല. അത് വലിയൊരു ഫെയിലുവറാണ്. രണ്ടാമത്തെ, ഈ കളിയിൽ എടുത്തു പറയാനുള്ളൊരു കാര്യം, ചഹൽ എന്ന് പറഞ്ഞ ബോളർ എറിഞ്ഞ 8, 10, 12 ഓവറിൽ, ആ 3 ഓവറിൽ പുള്ളി ആകെ വിട്ടുകൊടുത്തത് 12 റണ്ണാണ്. അതും റൂദർഫോർഡിനെതിരെയും തിലക് വർമ്മയ്ക്കെതിരെയും നല്ല രീതിയിൽ ഡെലിവറി ചെയ്ത് അവസാനത്തെ 3 ബോളിൻ്റെ ഡോട്ട് ബോളുമായിരുന്നു പുള്ളിയുടെ ഓവറിലെ. എന്നിട്ട് പുള്ളിയെ കൊണ്ട് 14-ാമത്തെ ഓവറും 15-ാമത്തെ ഓവറും എറിയാതെ അവർ ആക്സിലറേറ്റ് ചെയ്യുന്ന സമയത്ത് ചുമ്മാ കൊണ്ടങ്ങ് ഇട്ടുകൊടുത്തു. ആ ഓവർ 20 റൺ അടിച്ചു. ഒന്നാമത്തെ ക്യാപ്റ്റൻസി ഫെയിലുവർ. രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ബ്രോ വിൽ ജാക്സിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് പറയാം. വിൽ ജാക്സൺ എന്ന് പറയുന്ന ഒരു ഫിനിഷറായിട്ട് വന്നൊരു പ്ലെയർ അല്ല. പുള്ളി ഒരു ടോപ്പ് ഓർഡർ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ആണ്. അതായത് പുള്ളിയുടെ ഓഫ് സൈഡ് ഭയങ്കര സ്ട്രോങ് ആണ്. അൺലൈക്ക് അതർ ഫിനിഷേഴ്സ് ലെഗ് സൈഡോട്ട് സ്ലോഗോ അല്ലെന്നുണ്ടെങ്കിൽ സ്വീപ്പോ റിവേഴ്സ് സ്വീപ്പോ ലാപ്പോ അല്ല പുള്ളിയുടെ സ്ട്രെങ്ത്. പുള്ളിയുടെ സ്ട്രെങ്ത് പ്യുവർ ഡോമിനൻസ് ഇൻ ഓഫ് സൈഡ് ആൻഡ് ലെഗ് സൈഡാണ്. പുള്ളിക്ക് സെലക്ട് ചെയ്തിരിക്കുന്ന ലൈൻ ആൻഡ് ലെങ്ത് വാസ് വെരി പുവർ. അതല്ലായിരുന്നു പുള്ളിക്ക് എറിയേണ്ട ലൈൻ ആൻഡ് ലെങ്ത്. അടുത്തൊരു റീസൺ. മൂന്നാമത്തേതായിട്ട് അവിടെ ഒരു ഈ പോയിന്റ് ആഡ് ചെയ്യാനുണ്ട്. അത് ആ ഫസ്റ്റ് 6 മാത്രമല്ല, പിന്നീട് ലാസ്റ്റ് ആ ഓവറിന്റെ സെക്കൻഡ് ലാസ്റ്റ് ബോളും ബാക്കിലേക്ക് 4 പോകാനുണ്ടായ റീസണും സെയിം റീസൺ തന്നെയാണ്, ഔട്ട്സൈഡ് ഓഫ് സ്റ്റംപ്. അതും വീണ്ടും അവിടെ തേർഡ് മാനോ അവിടെ ആളില്ലാതെയാണ് ഇത് ചെയ്യുന്നതെന്നുള്ളതാണ് അവരുടെ പ്ലാനിങ്ങിന്റെ ഒരു 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 മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. അവിടെ അപ്പോഴത്തേക്ക് ബാക്കിൽ ഒരു ബൗണ്ടറി പോകുന്നുണ്ടല്ലോ, അപ്പൊ അവിടെ ഒരു ഫീൽഡർ ഇല്ലാതെ വൈഡ് ഓഫ് ദ ഓഫ് സ്റ്റംപ് ബോൾ ചെയ്യുന്ന എന്തിനാണെന്ന് മനസ്സിലായില്ല. ലാസ്റ്റ് ബോളിൽ അത് കൃത്യമായിട്ട് അർഷ്ദീപ് സ്റ്റംപ്സ് എറിഞ്ഞപ്പോൾ റൺ അടിച്ചതുമില്ല, സിംഗിളോ അല്ലെങ്കിൽ എനിക്കൊന്ന് ഡോട്ടോ ആണ് ആ ബോൾ വന്നത്. സോ അതാണ് ഒരു പ്ലാനിങ്ങിന്റെ ഒരു പ്രശ്നം അവർക്ക് ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കാനായിട്ടുള്ള ഒരു റീസൺ. പ്ലാനിങ്ങിൻ്റെ പ്രശ്നമുണ്ട്, എക്സിക്യൂഷൻ അതിലും മോശമാണ്. റിക്കൾട്ടൻ്റെ ഒക്കെ പാഡിലാണ് അവർ പവർ പ്ലേയിൽ ബോൾ ചെയ്തുകൊണ്ടിരുന്നത്. റിക്കൾട്ടനൊക്കെ വെറുതെ വിടുക, ബോഡി ലൈൻ അല്ലെ മിഡിൽ സ്റ്റംപ് ലെഗ് സ്റ്റംപ് ചെയ്യുന്നത് നമ്മൾ ഒരുപാട് തവണ സംസാരിച്ചിട്ടുള്ളതാണ്. ഞാൻ അതിലേക്ക് ഞാൻ പിന്നെയും കിടക്കുന്നില്ല. പക്ഷേ എന്തിനാ പറയുന്നത്, ഇതിനകത്ത് റിക്കൾട്ടന്റെ ആ ഒരു വാഗൺ വീല് നോക്കി കഴിഞ്ഞാൽ തന്നെ ഒരു പോയിന്റിലേക്കോ അല്ലെങ്കിൽ സ്ക്വയർ ഓഫ് ദി വിക്കറ്റിലാണ് ഏറ്റവും കുറച്ച് എപ്പോഴും റൺ അടിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഇപ്പൊ ലെഗ് സൈഡിലേക്കാണ് പുള്ളി റൺ അടിക്കുന്നത്. പക്ഷെ മിഡ് എന്നിട്ട് വിക്കറ്റ് വീണ്ടും അങ്ങോട്ട് ആംഗിളിൽ ചെയ്ത് വിടുകയാണ് അകത്തേക്ക്. അതാണ് ഏറ്റവും വലിയ ബ്ലണ്ടർ എടുത്തു പറയണ്ട. പക്ഷേ എനിക്ക് ഇതിനകത്ത് തിലക് വർമ്മ ഈ ഒരു പിച്ചിൽ തന്നെയാണോ ബാറ്റ് ചെയ്യുന്നതെന്നുള്ള രീതിയിലായിപ്പോയി എൻ്റെ ചിന്ത. വെറും 33 പന്തിൽ 75 റൺ എടുത്തത്. അതായത് ബാക്കിയുള്ളവരെല്ലാം സ്ട്രഗിൾ ചെയ്യാണ് ബോൾ കണക്ട് ചെയ്യാൻ. റൂദർഫോർഡ് ആണെങ്കിലും രോഹിത് ശർമ്മയാണെന്നുണ്ടെങ്കിൽ നമന്തീർ ആണെങ്കിലും അവിടെ വന്ന് തിലക് വർമ്മ കാഴ്ചവെച്ച ഒരു പെർഫോമൻസ് വാസ് ലൈക്ക് 100 ഔട്ട് ഓഫ് 100. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതും തിലക് വർമ്മ മാച്ചിന് ശേഷം പറയുന്നുണ്ടായിരുന്നു. അതായത് വിൽ ജാക്സുമായിട്ട് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴും ഈ ഒരു ഗ്രൗണ്ടിന്റെ പ്രത്യേകത അനുസരിച്ച് സ്ലോവർ ബോൾസ് മാത്രമേ അവർ വളരെ ശ്രദ്ധിച്ച് കളിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ള ബോൾസ് അവർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് അവർക്കറിയായിരുന്നു. സ്പീഡുള്ള ബോൾസ് ആണെന്നുണ്ടെങ്കിൽ സ്കോറിംഗ് ഓപ്പർച്യൂണിറ്റി ആണെന്ന് അവർക്കറിയാം. സോ ആ ഒരു സ്ട്രാറ്റജി വെച്ചിട്ട് അവരത് ബാറ്റ് ചെയ്ത് അവരത് കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതെ, എന്നിട്ടും അവസാനത്തെ ഓവറൊക്കെ വന്നപ്പോഴാണ് ആ സ്ലോവർ ബോൾസ് ഒക്കെ അവർ ട്രൈ ചെയ്യുന്നത്. എനിക്കൊന്ന് ഒരു ഡോട്ട് ബോൾ ലാസ്റ്റ് ഓവറിൽ വന്നത് സ്ലോവർ ബോളാണ്, ഒരു സിംഗിൾ വന്നത്. ബാക്കിയെല്ലാം ഫുൾ എങ്കയോ കിടന്ന പഞ്ചാബ് ഇപ്പം ക്വാളിഫൈ ആകുമോ ഇല്ലയോ എന്നുള്ള അവസ്ഥ വരെ എത്തി. ആകെപ്പാടെ പഞ്ചാബിനെ ആശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യം അടുത്ത കളി RCBയുമായിട്ട് ഉച്ചയ്ക്കാണ് എന്നുള്ളത് മാത്രമാണ്. ഇനി പഞ്ചാബിന് എത്ര 2 കളിയുണ്ടോ? 2 കളി. ഇനി പഞ്ചാബിന് ഒന്ന് ബാംഗ്ലൂരുമായിട്ടും അടുത്തത് LSC ആയിട്ടും. 2 കളിയും ജയിക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇനി മസ്റ്റായിട്ട് ബാക്കിയുള്ളവരും കയറി വരുവാണ്. നാളെ ചെന്നൈ അങ്ങനെ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ലാസ്റ്റ് പിന്നെ ഹോം വളരെ ഗെയിം ബുദ്ധിമുട്ടായിരിക്കും 2 കളി ജയിച്ചു വരും. ബാംഗ്ലൂരായിട്ടാണ്. അത് ഉച്ചയ്ക്കുമാണ്. അത് അവരെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസമുള്ള ഒരു കാര്യമാണ്. പിന്നെ അടുത്ത LSC ആയിട്ട് ഏകനയിലുമാണ് കളി. അപ്പം അതിൽ രണ്ടും ജയിക്കണം. തീർച്ചയായിട്ടും അവരുടെ ഫാസ്റ്റ് ബോളേഴ്സ് ആ രീതിയിൽ പെർഫോം ചെയ്യുന്നില്ല. 2 ജയിച്ചേ പഞ്ചാബിന് പറ്റത്തുള്ളൂ. ഇവർ തിരിച്ചു വരുമെന്നുള്ളത്. പിന്നെ മുംബൈയുടെ കാര്യത്തിൽ നമുക്ക് പിന്നെ ഒന്നുമില്ല. അവരുടെ ഇപ്പോൾ ഉള്ളത് ഒരു ആശ്വാസം ഒന്ന് കൂട്ടിയാൽ മതി. ഹർദിക് പാണ്ഡ്യ ക്യാപ്റ്റൻസി ഇറങ്ങിയപ്പോഴത്തേക്ക് മുംബൈയിൽ വരുന്ന മാറ്റം നമ്മൾ പ്രകടമായിട്ട്, മാറ്റങ്ങൾ മുംബൈയിൽ മാറ്റം എന്ന് മാത്രമല്ല പ്ലേയേഴ്സിൽ വരുന്ന മാറ്റം, ഒരു ഉണർവ്, ഒരു സന്തോഷം ഒക്കെ നമ്മൾ എന്തുമാത്രം ആ ഒരു അറ്റ്മോസ്ഫിയർ ടോക്സിക് ആയിരുന്നു എന്ന് നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ എന്തായാലും ആ നമുക്ക് ഈ വിജയം വീഡിയോ കഴിഞ്ഞിട്ട് വൈൻഡപ്പ് ചെയ്യാം. എത്രയോ വേൾഡ് കപ്പ് നേടിയ രോഹിത് ശർമ്മ പോലും ആ ഇന്നത്തെ ഒരു കളി ജയിച്ചു കഴിഞ്ഞിട്ട് പമ്പപ്പ് ആയതെന്ന് കാണണം. പുള്ളി സീറ്റിൽ നിന്നൊക്കെ ഹാപ്പി ചാടി. ആയിരുന്നു. ഞാൻ രോഹിത് ശർമ്മ വേൾഡ് കപ്പ് ജയിച്ചപ്പോഴാണ് അവസാനം ഇങ്ങനെ ചാടി എണ്ണീറ്റൊക്കെ ഓടുന്ന കണ്ടിട്ടുള്ളത്. അപ്പം എന്തുമാത്രം അവർ ദിസ് വിൻ വാസ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് എനിക്ക് എപ്പോഴാണ് മനസ്സിലാകുന്നത്.
എനിക്കും തീർച്ചയായിട്ടും ഈ പഞ്ചാബ് ജയിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോഴും ബൂമ്ര ക്യാപ്റ്റനാണെന്ന് അറിഞ്ഞ പോയിന്റ് മുതൽ എനിക്ക് ആ മാച്ച് മുംബൈ ജയിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു കൺഫ്യൂഷനിലായിരുന്നു ഞാൻ ശരിക്കും പറഞ്ഞാൽ. കാരണം ബൂമ്ര ഒരു അണ്ടർ റേറ്റഡ് ക്യാപ്റ്റനാണ്. നമ്മൾ ടെസ്റ്റിൽ പുള്ളി ക്യാപ്റ്റൻസി ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ആസ് എ ഫാസ്റ്റ് ബോളർ ഇഞ്ചുറി കൺസേൺസ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് പലപ്പോഴും ക്യാപ്റ്റൻസി പുള്ളിക്ക് കിട്ടാത്തത്. എങ്കിലും ഒരു നല്ല ക്യാപ്റ്റനായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, വളരെ ലിമിറ്റഡ് ആയിട്ട് ഇന്ത്യക്ക് ക്യാപ്റ്റൻ ചെയ്ത സമയത്തായാലും. സോ എനിക്ക് തോന്നുന്നു ഇനി മുംബൈ ഇന്ത്യൻസ് ആണെങ്കിലും അടുത്ത സീസണിൽ ബൂമ്രയിലേക്ക് പോകുന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ആസ് എ ഫാസ്റ്റ് ബോളർ അത് ഒരു റിസ്കി ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. അല്ലാന്നുണ്ടെങ്കിൽ തിലക് വർമ്മ പ്ലസ് ബൂമ്ര എന്ന് പറഞ്ഞൊരു കോമ്പിനേഷനിൽ അവർ വർക്കൗട്ട് ചെയ്തിട്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. എന്തായാലും ഹർദിക് പാണ്ഡ്യ പുറത്തു പോയി. ഹർദിക് പാണ്ഡ്യ മുംബൈയുടെ പാർട്ടല്ല ഇപ്പം എന്നുള്ളത് വ്യക്തമാണ് അവിടെ. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ എന്തായാലും ഹർദിക് പാണ്ഡ്യ എങ്ങോട്ട് പോകുന്നുള്ളൊരു ചോദ്യം അവിടെ ഉണ്ട്. എന്തായാലും മുംബൈയിലില്ല. അപ്പോൾ അങ്ങനെ അതിനെ വിശദമായിട്ടൊന്ന് നമുക്കൊന്ന് ഇരുന്ന് വർത്താനം പറയണ്ടേ അക്കാര്യത്തിൽ, ഹർദിക് പാണ്ഡ്യയുടെ എങ്ങോട്ട് പോകാനാണ് സാധ്യത എന്നുള്ള കാര്യം. ചെയ്യാം, ഇന്ന് തന്നെ തീർച്ചയായിട്ടും. അപ്പൊ ചെയ്യാം. നമുക്ക് ഇന്ന് തന്നെ നമുക്ക് ഹർദിക് പാണ്ഡ്യ എങ്ങോട്ടാണ് ചാൻസ്, ചെന്നൈ ആണോ അതോ വേറെ ഏതെങ്കിലും ടീം നോട്ട് ഇട്ടിട്ടുണ്ടോ? കുറച്ച് റൂമേഴ്സ് ഒക്കെ കറങ്ങി നടക്കുന്നുണ്ട്, ഇൻസൈഡ് ഇൻഫർമേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് വിശദമായിട്ട് ഹർദിക് പാണ്ഡ്യ ഏത് ടീമിലേക്കാണ് പോകാൻ സാധ്യത, ഏതൊക്കെ ട്രേഡിന് സാധ്യതയുണ്ട്, അതുപോലെ തന്നെ ഇപ്പോൾ ഹർദിക് പാണ്ഡ്യ മുമ്പായിട്ടുള്ള കോൺഫ്ലിക്റ്റ് എന്നതിനെ പറ്റിയിട്ട് വിശദമായിട്ട് ഒരു വീഡിയോ നമ്മൾ തീർച്ചയായിട്ടും ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് പങ്കുവെക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു ക്രിക്കറ്റ് റിലേറ്റഡ് വീഡിയോയിൽ നമ്മൾ അരുൺ ബ്രോ ആയിട്ട് ഒന്നിക്കുന്നവരെ ബൈ.